ഹലോ, നമസ്കാരം. അപ്പോൾ ക്ലാസ്സുകളൊക്കെ കാണുന്നുണ്ടോ എല്ലാവരും? അപ്പോൾ ഞാനേ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ സ്ഥിരമായിട്ട് കണ്ട് കമൻറ്റ് ചെയ്യുന്ന കുറച്ച് പേരുടെ പേര് വായിക്കാം. അവർ ഈ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങൾ പ്രസൻ്റ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഇത് ലൈവ് ക്ലാസ് അല്ല, റെക്കോർഡഡ് ക്ലാസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ വായിക്കുന്ന ആളുകളെല്ലാവരും, ഈ പേരുകളെല്ലാവരും എനിക്ക് ഇവരെല്ലാവരും തന്നെ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുള്ളവരാണ്. എൻ്റെ വീഡിയോസ് ഒന്നോ രണ്ടോ വീഡിയോസ് കണ്ടിട്ടുള്ളവരാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കുട്ടികളെല്ലാവരും തന്നെ എല്ലാ ക്ലാസ്സും കാണുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള അറിയാനുള്ള ഒരു ആഗ്രഹമുണ്ട്. പഠിക്കുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റും ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ വായിക്കാം. സൂര്യ കാർത്തികേയൻ, ശ്രീ പാർവതി, സിനു, ഷഫീന, കൃഷ്ണവേണി, റംസി, അമ്മൂസ്, വിഷ്ണുപ്രിയ, വിനു, മാളു, മനോജ്, അഞ്ജന, അഞ്ജുമോൾ, സമീര, കുഞ്ഞിക്കുട്ടി, G246K. അതൊരു ID ആണ്, പേരല്ല. അവിടെ ഏത് ID എന്നാണോ കമൻറ്റ് ചെയ്യുന്നത് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. സിബീഷ, ഷിബ്ന, ജിഷ ദാസ്, ജോബിന, ജിയോബിനു, ഐശ്വര്യ, ശ്വേത, സൂര്യ, രഘുരാമൻ, അനൂഷ, മാർട്ടിൻ, ദക്ഷിണ, അഞ്ജലി പി. അപ്പോൾ ഇതെങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഇങ്ങനെ പേരൊക്കെ പറയണേന്ന്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മൾ കമ്പൈൻ സ്റ്റഡി പോലെ തുടങ്ങിയതാണ്. അപ്പം നിങ്ങൾ എന്ത് കാര്യങ്ങളും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ പ്രോപ്പറായിട്ട് റിപ്ലൈ ചെയ്യണം, ഫീഡ്ബാക്ക്സ് അറിയിക്കണം എന്നൊക്കെ പറഞ്ഞ് ചില വീഡിയോസിന് നിങ്ങളുടെ ഫീഡ്ബാക്ക് കിട്ടാറുണ്ട്, കമൻറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെ പോരാ. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾ ഇത്രയും പേര് എന്നെ എനിക്ക് എൻ്റെ പല വീഡിയോസും കണ്ടിട്ടുള്ളവരാണ്. ഇത്രയും പേര് നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഉള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓരോ വീഡിയോ ഇടുമ്പോഴും അവർ കാണുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ, മനസ്സിലാകുന്നുണ്ടോ എന്നൊക്കെ അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനിത് പ്രത്യേകമായിട്ട് പേരൊക്കെ നോട്ട് ചെയ്ത് വെച്ച് ഞാനിപ്പോൾ ഹാജർ വിളിച്ചത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പേരുകളിലുള്ള ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും ചോദിക്കാം. അതുപോലെ തന്നെ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടോ, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ. അപ്പോൾ രാവിലെ കോസ്റ്റിങ്ങിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞ ഒരു കാര്യം തൊട്ട് നമുക്കിപ്പോൾ തുടങ്ങാം. നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആ ഒരു ക്ലാസ്സിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഒക്കെ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന മേഖലകളാണ്. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. ഏതെങ്കിലും ഒരു അസറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ അസറ്റിൻ്റെ വാല്യൂ, അതിൻ്റെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഏണിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ, ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടോ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ആണ് എന്ത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. Any amount spent on acquisition of an asset or for increasing the value of an asset or for increasing the earning capacity of business is called ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണ് എന്ന ചോദ്യം വരില്ല. പക്ഷേ ഒരു അസറ്റ് പർച്ചേസ് ചെയ്തു,
അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ? അതിനു വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്ത എമൗണ്ട് ക്യാപിറ്റൽ ആണോ റവന്യൂ ആണോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ക്യാപിറ്റൽ ആണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ലോങ് പീരിയഡിലേക്കുള്ളതാണ് അല്ലേ. അപ്പോൾ അത്തരം എക്സ്പെൻഡിച്ചേഴ്സിനെ നമ്മൾ എവിടെ കാണിക്കും? ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡ് കാണിക്കും. ഏതൊക്കെയാണ് അതിന് ഉദാഹരണം? ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഫർണിച്ചർ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഒക്കെ പർച്ചേസ് ചെയ്തത്, അതുമായിട്ട് വന്നിട്ടുള്ള ക്യാരേജ്, അഡീഷൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ പെടും. ഇനി നെക്സ്റ്റ് വണ്ണാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചർ അപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടിങ് പീരിയഡിൽ ഇൻകർ ചെയ്യുന്ന എക്സ്പെൻഡിച്ചർ ആണ്. അതിൻ്റെ ബെനഫിറ്റ് എന്ന് പറയുന്നത് ഫുള്ളി നമുക്ക് ആ അക്കൗണ്ടിങ് പീരിയഡിൽ തന്നെ കിട്ടുന്നതുമാണ്. ഉദാഹരണം എന്താണ്? സാലറി കൊടുത്തു. സാലറി കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു എംപ്ലോയി ആ വർഷം നമുക്ക് തന്ന അവരുടെ സർവീസിനല്ലേ നമ്മൾ സാലറി കൊടുക്കുന്നത്. അല്ലാതെ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്ന സിറ്റുവേഷനും ഉണ്ട്. എന്നാലും സാലറി എന്ന് പറയുന്നത് എന്താണ്? റവന്യൂ നേച്ചറിലുള്ള, റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള, നമുക്ക് വന്നിട്ടുള്ള എക്സ്പെൻസുകളാണ്. അതായത് ഇത് എപ്പോഴും നമ്മൾ എവിടെയാണ് കാണിക്കുന്നത്? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് സെയിം അക്കൗണ്ട് ഏത് വർഷമാണോ ആ എക്സ്പെൻസ് ഉണ്ടായത് ആ വർഷം തന്നെ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് പൂർണ്ണമായിട്ടും കിട്ടിയിട്ടും ഉണ്ടാവും. അത്തരം എക്സ്പെൻസുകളാണ് റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റലും റവന്യൂവും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ് ഒരു ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചർ ആണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ അപ്പോൾ ഒരു റവന്യൂ നേച്ചറിലുള്ള, അതായത് ബിസിനസ്സിലോട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ തന്നെ വേണ്ടി വന്നിട്ടുള്ള റവന്യൂ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള ഒരു എക്സ്പെൻഡിച്ചർ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ബെനഫിറ്റ് എന്ന് പറയുന്നത് വിച്ച് ലാസ്റ്റ് ഫോർ മോർ ദാൻ വൺ അക്കൗണ്ടിങ് ഇയർ. ഒരു വർഷത്തിൽ കൂടുതൽ ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. അതായത് സെയിം നമ്മൾ ചെലവാക്കിയ അതേ പീരിയഡിലല്ലാതെ അതിലും കൂടുതലായിട്ട് നമുക്ക് എത്ര രൂപയാണോ നമ്മൾ സ്പെൻഡ് ചെയ്തത്, ആ സ്പെൻഡ് ചെയ്ത എമൗണ്ട് അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് സെയിം ആ അക്കൗണ്ടിങ് പീരിയഡും കഴിഞ്ഞ് നമുക്ക് വരും വർഷങ്ങളിലേക്കും കൂടെ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുമെങ്കിൽ അത്തരം എക്സ്പെൻഡിച്ചേഴ്സ് ആണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ്. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ നമുക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ് അഡ്വർടൈസ്മെന്റ്. വലിയ ലാർജ് എമൗണ്ടിന് നമ്മൾ അഡ്വർടൈസ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് വരും എത്രയോ വർഷങ്ങളിലേക്ക് നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്താണ് പറയുന്നത്? അപ്പോൾ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് നമുക്ക് കണക്കാക്കാം. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആയോ? അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് റിട്ടേൺ ഓഫ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? റൈറ്റ് ഓഫ് ചെയ്യുന്നില്ല. അതിൻ്റെ ഈ വർഷം എത്രയാണോ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയത്, ഇറ്റ് ഈസ് നോട്ട് റിട്ടേൺ ഓഫ് കംപ്ലീറ്റ്ലി ടു ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് ദി അക്കൗണ്ടിങ് ഇയർ ഡ്യൂറിങ് വിച്ച് ഇറ്റ് ഈസ് ഇൻകേർഡ്. എന്താ പറയുന്നത്? നമ്മൾ ഏത് വർഷം ഇപ്പം നമ്മൾ ഒരു 3 ലക്ഷം രൂപ നമ്മൾ സ്പെൻഡ് ചെയ്തു, അല്ലെങ്കിൽ 5 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്തു. ആ 5 ലക്ഷം രൂപ മൊത്തത്തിൽ നമ്മൾ ഒരിക്കലും എവിടെ കാണിക്കുന്നില്ല? നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്നില്ല. കാരണം എന്താണ്? നമുക്ക് ഇനിയും അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടാനുണ്ട് അല്ലേ. അപ്പം അതുകൊണ്ട് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുന്നില്ല P&Lലേക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ മനസ്സിലായോ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ.
അപ്പോൾ ക്ലിയർ ആവുന്നുണ്ടോ? അടുത്തത് ക്യാപിറ്റൽ റെസിപ്റ്റ്. എന്താണ് ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും എന്താണ്, ഒരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ അഫക്റ്റ് ചെയ്യാത്ത എന്താണ് ഒരു ലോങ് ടേം നേച്ചറിലൊക്കെ ഉള്ള അസറ്റുകൾ വിറ്റ് കിട്ടുന്ന പ്രൊസീഡ്സും ഒക്കെയാണ് ഈ ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മളൊരു ഫിക്സഡ് അസറ്റ് നമ്മൾക്ക് നമ്മുടെ ഓണർഷിപ്പിലുള്ള ഒരു ബിൽഡിങ് നമ്മൾ വിറ്റു. അപ്പം അത് നമുക്ക് യൂഷ്വലി നമ്മൾ എപ്പോഴും വിൽക്കുന്നതല്ല, അതൊരു ലോങ് ടേമിലേക്കുള്ള അസറ്റ് ആയിരുന്നു. അത് വിറ്റപ്പോൾ നമുക്ക് കുറച്ച് പൈസ കിട്ടി. അപ്പോൾ ആ ഒരു ക്യാഷ് എന്ന് പറയുന്നത് ട്രേഡിങ് വഴി കിട്ടിയതാണോ? അല്ല, അതൊരു ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. ഇനി റവന്യൂ റെസിപ്റ്റ് ഓപ്പോസിറ്റ്. റവന്യൂ റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റവന്യൂ റെസിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡേ ടു ഡേ ഓപ്പറേഷൻസ് വഴി, ട്രേഡിംഗ് ഓപ്പറേഷൻസ് വഴി നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന ഇൻകത്തിനെയാണ്, നമ്മുടെ കയ്യിൽ കിട്ടുന്ന ക്യാഷിനെ നമുക്ക് റവന്യൂ റെസിപ്റ്റ് ആയിട്ട് പറയാം. ഗുഡ്സ് വിറ്റ് കിട്ടുന്ന പൈസ, നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള റെന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്, ഇതെല്ലാം എന്താണ്? റവന്യൂ റെസിപ്റ്റ്സ് ആണ്. അപ്പോൾ റവന്യൂ റെസിപ്റ്റ്സ് ഒക്കെ നമ്മൾ എവിടെയാണ് കാണിക്കുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. അപ്പോൾ ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? capital expenditure, revenue expenditure, deferred revenue expenditure, capital receipt, revenue receipts. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ആണ്, അഡ്ജസ്റ്റിംഗ് ജേണൽ എൻട്രീസ് ആണ്. അപ്പോൾ യൂഷ്വലി നമ്മൾ ട്രേഡിംഗ് ആൻഡ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ട്രയൽ ബാലൻസിൽ ആ വർഷത്തെ ആ അക്കൗണ്ടിങ് പീരിയഡിൽ വന്നിട്ടുള്ള ഇൻകർ ചെയ്തിട്ടുള്ള എക്സ്പെൻസുകളും നമുക്ക് കിട്ടിയിട്ടുള്ള റവന്യൂസും ആണ് നമ്മൾ സാധാരണ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതല്ലാതെ കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ആ വർഷം കൊടുക്കാനുള്ള ചില പേയ്മെൻറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തിട്ടുള്ള പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഉണ്ടാവും, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഉണ്ടാവും, അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തിട്ടുള്ള ഇൻകംസ് ഉണ്ടാവും, പിന്നെ മറ്റ് ചില ലോസസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതൊന്നും ട്രയലിൽ എടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ ട്രേഡിംഗ് ആൻഡ് പി ആൻഡിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ കണക്കിലെടുത്തിട്ട് വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ പ്രോപ്പറായിട്ട് അത് ഡിഡക്റ്റ് ചെയ്യേണ്ടടുത്ത് ഡിഡക്റ്റ് ചെയ്ത് ആഡ് ചെയ്യേണ്ടടുത്ത് ആഡ് ചെയ്ത് അങ്ങനെ നമ്മൾ കാണിച്ചെങ്കിൽ മാത്രമേ ട്രൂ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നെറ്റ് പ്രോഫിറ്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാനും ട്രേഡിംഗ് റിസൾട്ട് കൃത്യമായിട്ട് അറിയാനും ഒക്കെ നമുക്ക് ഇത്തരം അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അതിനു വേണ്ടി നമ്മൾ പാസ്സാക്കുന്ന എൻട്രീസ് ആണ് എന്താണ്? അഡ്ജസ്റ്റിംഗ് ജേണൽ എൻട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ജേണൽ എൻട്രീസ് പാസ്ഡ് അറ്റ് ദ ടൈം ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് ടു അഡ്ജസ്റ്റ് ദ ഔട്ട്സ്റ്റാൻഡിംഗ് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആൻഡ് ഇൻകംസ് ആൻഡ് അതർ ആൻറ്റിസിപ്പേറ്റഡ് ലോസസ് ആൻഡ് ഗെയിൻസ് ആർ കോൾഡ് അഡ്ജസ്റ്റിംഗ് എൻട്രീസ്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകംസും എക്സ്പെൻസസും പ്രീപെയ്ഡ് എക്സ്പെൻസസും ഇൻകംസും ആൻറ്റിസിപ്പേറ്റഡ് ലോസസും ഗെയിൻസും ഒക്കെ നമ്മൾ കണക്കിലെടുക്കുക. അതിനൊക്കെ നമ്മളൊരു ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൊടുക്കും. അതിനുവേണ്ടി നമ്മൾ പാസ്സാക്കുന്ന എൻട്രീസ് ആണ് അഡ്ജസ്റ്റിംഗ് എൻട്രീസ്. അപ്പോൾ നോർമലി ഒരു ബിസിനസ്സിൻ്റെ കേസിൽ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. മെയിൻലി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ എന്നാലും നമുക്കൊന്ന് പൊടി തട്ടി എടുക്കണം. ഏതൊക്കെയാണ്? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഡിപ്രീസിയേഷൻ. 5 എണ്ണം. ഈ 5 എണ്ണത്തിൽ നമ്മൾ 4 എണ്ണം ഇന്ന് പഠിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ്ങിലോട്ട് പോവാം. എക്സ്പെൻസസ് വിച്ച് ഹാവ് ബിക്കം ഡ്യൂ ഡ്യൂറിങ് ദ അക്കൗണ്ടിങ് പീരിയഡ് ഫോർ വിച്ച് ദ ഫൈനൽ അക്കൗണ്ട്സ് ഹാവ് ബീൻ പ്രിപ്പയർഡ്. ഏത് വർഷമാണോ നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്, ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്, ആ വർഷം കൊടുക്കേണ്ടിയിരുന്ന ഒരു എക്സ്പെൻസ് ആയിരുന്നു.
പക്ഷെ നമ്മളത് എന്ത് ചെയ്തിട്ടില്ല, നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അതാണ് ഔട്ട്സ്റ്റാൻഡിങ്. അത്തരം എക്സ്പെൻസുകളാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. ഫോർ എക്സാമ്പിൾ സാലറി കൊടുക്കേണ്ടതായിരുന്നു പക്ഷെ കൊടുക്കാൻ പറ്റിയില്ല, അപ്പോൾ സാലറി ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറഞ്ഞു വരാം അല്ലേ. അപ്പോൾ എന്തായാലും ഇത്തരം അഡ്ജസ്റ്റ്മെന്റ്, അതിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകളുടെ അഡ്ജസ്റ്റിംഗ് എൻട്രി എന്ന് പറയുന്നത് എക്സ്പെൻസസ് അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് അക്കൗണ്ട്. എക്സ്പെൻസസ് അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. ഈ എൻട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സാലറിയാണ് ഔട്ട്സ്റ്റാൻഡിങ് നിൽക്കുന്നതെങ്കിൽ എങ്ങനെ വരും? സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് സാലറി. സാധാരണ സാലറി കൊടുക്കുമ്പോൾ വരുന്ന എൻട്രി എന്താ? സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ്. സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അതുപോലെ തന്നെ കൊടുക്കാൻ സാധിക്കാതിരുന്ന സാലറി ഔട്ട്സ്റ്റാൻഡിങ് വരുമ്പോഴും സാലറി അക്കൗണ്ടിൻ്റെ ഏത് സൈഡ് തന്നെയാണ് കാണിക്കുന്നത്? ഡെബിറ്റ് സൈഡ് തന്നെ. അതായത് ടു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ് സാലറിയിൽ നമ്മൾ ആഡ് ചെയ്ത് കാണിക്കാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി ഇതാണ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകളുടെ അഡ്ജസ്റ്റിംഗ് എൻട്രി കൃത്യമായിട്ട് മനസ്സിലാക്കുക. എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. ഇപ്പോൾ സാലറി ആണെങ്കിൽ സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് സാലറി. വേജസ് ആണെങ്കിൽ വേജസ് അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് വേജസ്. അപ്പോൾ അത് ഏതിൽ വരുന്ന ട്രേഡിംഗ് അക്കൗണ്ടിലായിട്ടാണോ P&L എന്ന് നോക്കിയിട്ട് ആ ട്രേഡിംഗ് അക്കൗണ്ടിലാണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിലായിട്ട് വേജ് ആണെങ്കിൽ ഇപ്പോൾ വേജിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കണം. അതുപോലെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡ് നമ്മൾ കാണിക്കണം. 2 കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ സാലറി ഔട്ട്സ്റ്റാൻഡിങ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ P&L സാലറി വരുന്നത്. അപ്പോൾ സാലറിയുടെ കൂടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആഡ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറഞ്ഞ് കാണിക്കും. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ എവിടെ കാണിക്കും? അതൊരു ലയബിലിറ്റിയാണ്, അത് നമുക്ക് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ബാലൻസ് ഷീറ്റ് സൈഡിൽ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡ് കാണിക്കും. അപ്പം നമുക്കൊരു എക്സാമ്പിളോട് കൂടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. Wages paid during the year. Wages paid during the year 2005 വേജസ് നമ്മൾ കൊടുത്ത് 2200 2200 രൂപ കൊടുത്തു. വേജസ് ഔട്ട്സ്റ്റാൻഡിങ് 2020 അവസാനമായപ്പോൾ, അതായത് അവസാന മാസം ഒരു 200 രൂപ കൊടുക്കാനുണ്ട്. ഒരു 200 രൂപ കൊടുക്കാനുണ്ട്. പക്ഷെ അത് നമ്മൾ ട്രയൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് നമുക്ക് വരുന്നില്ല. പക്ഷെ ഇത് നമ്മൾ കൊടുക്കാനുള്ളതാണ്, ആ വർഷം കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ട്രേഡിംഗ് ആൻഡ് P&L നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളത് എന്ത് ചെയ്യണം? നമ്മളിത് കൺസിഡർ ചെയ്യണം. അപ്പോൾ അഡ്ജസ്റ്റിംഗ് എൻട്രി എന്താണ്? വേജസ് അക്കൗണ്ട് ഡെറ്റർ ടു വേജസ് ഔട്ട്സ്റ്റാൻഡിങ്. വേജസ് അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് വേജസ് അല്ലേ? ഇതല്ലേ എൻട്രി വരുന്നത്? എത്ര രൂപയാണ്? 200 രൂപയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, വേജ് എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിലെ ഒരു ഐറ്റം ആയതുകൊണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ ടു വേജ് എന്ന് എഴുതുമ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് അതിൻ്റെ കൂടെ എത്രയാണ്? ഔട്ട്സ്റ്റാൻഡിങ് നിൽക്കുന്ന എമൗണ്ട് എത്രയാണോ അത് ഈ വർഷം കൊടുക്കേണ്ടതായതുകൊണ്ട് തന്നെ അത് ആഡ് ചെയ്ത് കാണിക്കുകയും 2200 പ്ലസ് 200 2400. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിലോട്ട് വരുമ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡ് കാണിക്കുകയും ചെയ്യണം. ഇതാണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പം നെക്സ്റ്റ് വരുന്നതാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരു എക്സ്പെൻസ് നേരത്തെ തന്നെ എന്ത് ചെയ്യാണ്? കൊടുക്കുകയാണ്. അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ഈ വർഷം അല്ല നമുക്ക് കിട്ടുന്നത്, ഫുള്ളി നമുക്ക് ഈ വർഷം കിട്ടില്ല. അതായത് നമ്മുടെ കയ്യിൽ പൈസ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ആ എക്സ്പെൻസ് എറേസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ, നമുക്ക് ഇൻകർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളത് എന്ത് ചെയ്തു? പെയ്ഡ് ഇൻ അഡ്വാൻസ് ആയിട്ട് കൊടുത്തു.
ഇപ്പോൾ സാലറി അഡ്വാൻസ് ആയിട്ട് കൊടുക്കുക, പക്ഷെ ആ സാലറി നമുക്ക് അയാളുടെ സേവനം, അയാളുടെ സർവീസ് നമുക്ക് ഈ വർഷം അല്ല അടുത്ത വർഷത്തേക്ക് കിട്ടുള്ളൂ. പക്ഷെ നമ്മൾ അടുത്ത വർഷത്തെ സാലറി ഈ വർഷമേ കൊടുത്തു എങ്കിൽ അപ്പോൾ അതാണ് എന്ത് പ്രീപെയ്ഡ് എക്സ്പെൻസ് അല്ലെങ്കിൽ പ്രീപെയ്ഡ് സാലറി എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതൊരിക്കലും നമ്മൾ ഈ വർഷത്തെ അക്കൗണ്ടിൽ അത് കാണിക്കാൻ പാടില്ല. കാരണം ഈ വർഷത്തെ ട്രേഡിംഗ് റിസൾട്ട്, ഈ വർഷത്തെ പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ അഡ്വാൻസ് ആയിട്ട് അതിൻ്റെ എക്സ്പെൻസുകൾ ഒരു അക്കൗണ്ടിങ് പീരിയഡിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ ഇൻകർ ആയിട്ടുള്ള എക്സ്പെൻസുകളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ആ അക്കൗണ്ടിങ് പീരീഡിലല്ല അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നതെങ്കിൽ, സബ്സീക്വൻറ്റ് ഇയേഴ്സിലാണ് കിട്ടുന്നതെങ്കിൽ അതൊരിക്കലും എടുക്കാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ അത് എന്ത് ചെയ്യണം? അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് പറയാം. അതിന് മുമ്പ് അഡ്ജസ്റ്റിംഗ് എൻട്രി നോക്കാം. അഡ്ജസ്റ്റിംഗ് എൻട്രി എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ഔട്ട്സ്റ്റാൻഡിങ്ങിന് നേരെ ഓപ്പോസിറ്റാണ്. ഔട്ട്സ്റ്റാൻഡിങ് വന്നപ്പോൾ നമ്മൾ എക്സ്പെൻസസ് അക്കൗണ്ട് അറ്റ് ടു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് കൊടുത്തു. പ്രീപെയ്ഡ് വരുമ്പോൾ നേരെ തിരിച്ചു പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് അറ്റ് ടു എക്സ്പെൻസ് അക്കൗണ്ട്. അതായത് എക്സ്പെൻസ് ഏതാണോ, സാലറി ആണെങ്കിൽ സാലറിയിൽ നിന്ന് കുറയുക ചെയ്യുന്നതായ എമൗണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് എൻട്രി. അപ്പോൾ ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ എൻട്രീസ് എക്സ്പെൻസ് അക്കൗണ്ട് അറ്റ് ടു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്നാണെങ്കിൽ, പ്രീപെയ്ഡിൻ്റെ എൻട്രി പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് അറ്റ് ടു എക്സ്പെൻസ് അക്കൗണ്ട് എന്നാണ് ഇതിൻ്റെ അഡ്ജസ്റ്റിംഗ് എൻട്രി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്തായിരിക്കും? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ആക്ച്വൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ദ പ്രീപെയ്ഡ് പോർഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ ഈസ് ഡിഡക്റ്റഡ് ഫ്രം ദ ടോട്ടൽ എമൗണ്ട് പെയ്ഡ്. നമ്മൾ എത്രയാണോ കൊടുത്തത് അതിൽ നിന്ന് നമ്മൾ എത്രയാണോ അഡ്വാൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ ജസ്റ്റ് ഡിഡക്റ്റ് ചെയ്തേക്കുക, കുറച്ച് കാണിക്കുക. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ ഇത് ശരിക്കും എവിടെയാ വരുന്നത്? അസെറ്റാണ്. നമുക്ക് അടുത്ത വർഷം കൊടുക്കണ്ടല്ലോ, അപ്പം നമ്മൾ നേരത്തെ കൊടുത്തല്ലോ. അപ്പം നമുക്കിതൊരു അസെറ്റായിട്ട് ട്രീറ്റ് ചെയ്ത് ബാലൻസ് ഷീറ്റിൻ്റെ അസെറ്റ് സൈഡ് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ് കാണിക്കുക. ഇതാണ് ഇതിൻ്റെ അഡ്ജസ്റ്റിംഗ് എൻട്രിയും അഡ്ജസ്റ്റ്മെൻറ്റും വരുന്നത്. അപ്പോൾ ക്ലിയർ ആവുന്നുണ്ടോ? സ്പീഡ് കൂടുതലാണോ? ഇങ്ങനെ സ്പീഡിൽ പോയാലാണ് നമുക്ക് ഒരുവിധമൊക്കെ എല്ലാം ഇങ്ങനെ കവർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ക്ലിയർ ആയോ? ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ അടുത്ത അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്. അത്തരം ഇൻകത്തിന് എന്താ പറയുന്നത്? ഔട്ട്സ്റ്റാൻഡിങ് അല്ലെങ്കിൽ അക്രൂഡ് ഇൻകം. ഔട്ട്സ്റ്റാൻഡിങ് അല്ലെങ്കിൽ അക്രൂഡ് ഇൻകം ഏൺ ചെയ്തിട്ടുണ്ട്, അക്രൂ ആയിട്ടുണ്ട്, പക്ഷെ നമുക്ക് കയ്യിൽ കിട്ടിയിട്ടില്ല. ബട്ട് നോട്ട് റിസീവ്ഡ്. അത് ഫോർ എക്സാമ്പിൾ നമുക്ക് ഇൻട്രസ്റ്റ്, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ്, കമ്മീഷൻ, അതൊക്കെ കറൻറ്റ് അക്കൗണ്ടിങ് ഇയറിൽ നമുക്ക് അക്രൂ ആയിട്ടുണ്ട്, നമുക്ക് ആയിട്ടുണ്ട്, ഇൻകം ജനറേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആക്ച്വലി നമ്മുടെ കൈ കൊണ്ട് അത് എന്ത് ചെയ്തിട്ടില്ല, നമ്മുടെ കയ്യിൽ ക്യാഷായിട്ട് അത് കിട്ടിയിട്ടില്ല. പക്ഷേ അത്തരം ഇൻകംസും നമുക്ക് ഈ വർഷം കിട്ടേണ്ടിയിരുന്നതായിരുന്നു അല്ലേ? ഈ അക്കൗണ്ടിങ് പീരീഡിൽ അക്രൂ ആയതാണ് അല്ലേ? അപ്പോൾ നമുക്ക് കയ്യിൽ കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് അത് നമുക്ക് ഈ വർഷത്തെ അല്ലാണ്ടാവോ? ഇല്ല. അപ്പം അതിൻ്റെ അഡ്ജസ്റ്റിംഗ് എൻട്രി എങ്ങനെ വരും? അക്രൂഡ് ഇൻകം അക്കൗണ്ട് അറ്റ് ടു ഇൻകം അക്കൗണ്ട്. ഡബിൾ എൻട്രി അറിയാവുന്ന കുട്ടികൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഈ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി കൃത്യമായിട്ട് അവർക്ക് മനസ്സിലിരിക്കും. കാരണം നമുക്ക് കമ്മീഷൻ കിട്ടിയെന്ന് വിചാരിക്കുക. കമ്മീഷൻ കിട്ടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു കമ്മീഷൻ. അതായത് കമ്മീഷൻ അക്കൗണ്ടിൽ നമ്മൾ ക്യാഷ് എന്ന് പറഞ്ഞ ക്രെഡിറ്റ് സൈഡാണ് കാണിക്കുന്നത് അല്ലേ? അപ്പോൾ ആ ക്യാഷിൻ്റെ കൂടെ എക്സ്ട്രാ നമ്മൾ വീണ്ടും അക്രൂഡായിട്ട് കാണിക്കുമ്പോൾ വീണ്ടും കൂട്ടിയല്ലേ കാണിക്കേണ്ടത്? അപ്പോൾ വീണ്ടും ഒരു ഐറ്റം ക്രെഡിറ്റ് സൈഡ് അല്ലേ വരേണ്ടത്? അപ്പോൾ നമ്മൾ അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞ ക്രെഡിറ്റ് സൈഡ് അല്ലേ കാണിക്കേണ്ടത് ആ ഇൻകത്തിൻ്റെ? അതുകൊണ്ടാണ് ഇതിങ്ങനെ എൻട്രി വന്നിരിക്കുന്നത്. അക്രൂഡ് ഇൻകം അക്കൗണ്ട് അറ്റ് ടു ഇൻകം അക്കൗണ്ട്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തായിരിക്കും? നല്ലപോലെ മനസ്സിലായവർക്ക് അറിയാൻ പറ്റും അത് ഈ വർഷത്തെ ഇൻകമാണ്. കയ്യിൽ കിട്ടിയിട്ടില്ല എന്ന് ഓർത്തിട്ട് അത് ഈ വർഷത്തെ അല്ലാണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഈ വർഷത്തെ ഇൻകത്തിൻ്റെ കൂടെ നമ്മൾ ഇൻകം എപ്പോഴും നമ്മൾ എവിടെയാണ് കാണിക്കുന്നത്? P&Lന്റെ ക്രെഡിറ്റ് സൈഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് ആ കൺസേൺഡ് ഇൻകത്തിൻ്റെ കൂടെ, ആ പെർട്ടിക്കുലർ ഇൻകത്തിൻ്റെ കൂടെ എന്ത് ചെയ്യണം?
ആഡ് ചെയ്യണം. അതുപോലെ തന്നെ അത് ഇൻകം അല്ലേ, അത് നമുക്ക് കിട്ടാനുള്ളതല്ലേ, അതുകൊണ്ട് നമ്മളത് എന്ത് ചെയ്യണം, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡ് കാണിക്കണം. അപ്പോൾ ക്ലിയർ ആയോ? ദാ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നോക്കുക. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഡ്യൂറിങ് 2003, 2800 രൂപ ഇൻട്രസ്റ്റ് കിട്ടി. ഇനി ക്ലോസിംഗ് ഡേറ്റ് ആയപ്പോൾ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു ഇൻട്രസ്റ്റ് അക്രൂ ചെയ്തിട്ടുണ്ട്, അക്രൂ ആയിട്ടുണ്ട്, ഒരു 400 രൂപ ജനറേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ നമുക്ക് കയ്യിൽ ഇപ്പം നിലവിൽ കിട്ടിയിട്ടൊന്നുമില്ല, പക്ഷെ അത് ഈ വർഷത്തെ തന്നെയാണ് അല്ലേ. അപ്പം അതിന്റെ അഡ്ജസ്റ്റിംഗ് എൻട്രി എങ്ങനെ വരും? ഇൻകം ബട്ട് നോട്ട് റിസീവ്ഡ് എന്ന് നമ്മൾ അങ്ങനെ പറയാറില്ല. ഇതാണ് അതിന്റെ ഹെഡിങ് എങ്കിൽ പോലും അക്രൂഡ് ഇൻകം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഏത് അക്രൂ ആയത്? ഇൻട്രസ്റ്റ്. അപ്പൊ ഇൻട്രസ്റ്റ് അക്രൂഡ് അക്കൗണ്ട് അറ്റർ ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട്. അപ്പൊ അഡ്ജസ്റ്റിംഗ് എൻട്രി എങ്ങനെ വരും? ഇൻട്രസ്റ്റ് അക്രൂഡ് അക്കൗണ്ട് അറ്റർ ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട്. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ പഠിച്ച എൻട്രീസ് ഒന്നും മാറിപ്പോവരുത്. നമുക്ക് ലാസ്റ്റ് ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. അപ്പോൾ ഇതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാ വരുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്തു, ഇൻകം ഒക്കെ കാണിക്കുന്ന ക്രെഡിറ്റ് സൈഡ് അല്ലേ. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് ഇൻട്രസ്റ്റ് ആണ് അല്ലേ. ഇൻട്രസ്റ്റ് 2800 ആണ് ഇപ്പൊ നിലവിൽ കയ്യിൽ കിട്ടിയത്. ഇനി അക്രൂ ആയത് എന്ത് ചെയ്യണം? ആ 400 കൂടെ കൂട്ടി 3200 എഴുതി. ഇനി ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡും കാണിച്ചു. അപ്പൊ ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ഏതൊക്കെ പഠിച്ചു? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, പിന്നെ അതുപോലെ തന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസ്, അതുപോലെ തന്നെ അക്രൂഡ് ഇൻകം അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അക്രൂഡ് ഇൻകം ഈ വാക്കും തമ്മിൽ മാറിപ്പോവോ? ഇല്ല. എന്താണ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ വർഷം കിട്ടേണ്ടിയിരുന്ന ഇൻകം അല്ല, പക്ഷെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് അത് വാങ്ങിച്ചു അല്ലേ. അപ്പൊ അത് ഈ വർഷത്തെ ഇൻകത്തിന്റെ കൂടെ കൂട്ടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചെയ്തതിന്റെ ഓപ്പോസിറ്റ് ആണ് അല്ലേ. നമ്മൾ നേരത്തെ അക്രൂഡ് ഇൻകം അക്കൗണ്ട് അറ്റർ ടു ഇൻകം അക്കൗണ്ട് എന്ന് കൊടുക്കുമ്പോൾ നമ്മൾ ഇവിടെ എങ്ങനെ വരും? ഇതിന്റെ അഡ്ജസ്റ്റിംഗ് എൻട്രി ഇൻകം അക്കൗണ്ട് അറ്റർ ടു ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അതായത് ആ ഇൻകത്തിൽ നിന്ന് എന്താ ചെയ്യേണ്ടത്? കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇത് ഡെബിറ്റ് സൈഡ് ആണ് ഇത് വരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ എൻട്രി വന്നിരിക്കുന്നത്. ക്ലിയർ ആയോ? ഞാൻ ഡബിൾ എൻട്രി സിസ്റ്റം ജേണലൈസ് ചെയ്യുന്നതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത് പറയേണ്ട സമയവും അല്ല ഇവിടെ, കാരണം നിങ്ങൾക്കത് അറിയായിരിക്കും. നല്ല നോളജ് ഉള്ള ആളുകൾ തന്നെയായിരിക്കും നിങ്ങൾ ഓരോരുത്തരും. ഇതൊക്കെ അറിയാവുന്ന, വളരെ നന്നായിട്ട് അറിയാവുന്ന ആളുകളായിരിക്കും. അപ്പം നമ്മൾ അതൊക്കെ പറഞ്ഞ് ഇവിടെ ഡെബിറ്റ് സൈഡ് പോസ്റ്റ് ചെയ്യണം, ക്രെഡിറ്റ് സൈഡ് പോസ്റ്റ് ചെയ്യണം, അതൊക്കെ +1 ബേസ് ആയിട്ട് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ അതൊന്നും പറയാത്തത്. ഇനി തീരെ അങ്ങനെ അറിയില്ല എന്ന് കുറച്ചധികം പേര് നമ്മളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഒരു ക്ലാസ് ആയിട്ട് ചെയ്യാമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഇപ്പോൾ അഡ്ജസ്റ്റിംഗ് എൻട്രി മനസ്സിലായി. അഡ്ജസ്റ്റിംഗ് എൻട്രി ആണിത്. അപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് എന്താ? അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ വർഷത്തെ ഇൻകം ആണോ അത്? അല്ല, അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഏത് ഇൻകം ആണോ അത് നമ്മൾ എന്ത് ചെയ്യണം? ആ ഇൻകത്തിൽ നിന്ന് കുറച്ച് കാണിക്കണം. ഇത് ലയബിലിറ്റി അല്ലേ. അടുത്ത വർഷത്തേക്ക് നമ്മൾ നേരത്തെ വാങ്ങിച്ചു അല്ലേ. അപ്പൊ നമുക്ക് അടുത്ത വർഷം അത് കിട്ടാൻ പോകുന്നില്ല. അപ്പൊ അത് നമുക്ക് ഒരു ലയബിലിറ്റി പോലെ ട്രീറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇൻകത്തിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് അത് ലയബിലിറ്റി സൈഡ് കാണിക്കും. ഫോർ എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കാം. കമ്മീഷൻ റിസീവ്ഡ് ഡ്യൂറിങ് ദ കറന്റ് അക്കൗണ്ടിങ് ഇയർ. ഈ വർഷം നമുക്ക് കിട്ടിയ കമ്മീഷൻ 3000 ആണ്. അതിന്റെ 1/3 പോർഷൻ, 1/3 ഓഫ് ദി എമൗണ്ട് ഇൻ റെസ്പെക്ട് ഓഫ് സർവീസ് ടു ബി റെൻഡേർഡ് ഇൻ ദ നെക്സ്റ്റ് ഇയർ. ഈ 3000-ൽ തന്നെ ഇതിന്റെ 1/3 പോർഷൻ, അതായത് 3000-ന്റെ 1/3 എന്ന് പറഞ്ഞാൽ എത്ര വരും? 1000 രൂപ എന്ന് പറയുന്നത് ഇൻ റെസ്പെക്ട് ഓഫ് സർവീസസ് ടു ബി റെൻഡേർഡ് ഇൻ ദ നെക്സ്റ്റ് ഇയർ. നമ്മൾ അടുത്ത വർഷം കൊടുക്കാൻ പോകുന്ന സർവീസിന് നമുക്ക് അഡ്വാൻസ് ആയിട്ട് നമ്മൾ വാങ്ങിച്ചതാണ് ഈ 1/3
തേർഡ് പോർഷനായ 1000 രൂപ. അപ്പം ആക്ച്വലി 2000 രൂപയെ ഈ വർഷത്തേൽ കൂട്ടാനായിട്ട് പറ്റുള്ളൂ അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ അഡ്ജസ്റ്റിംഗ് എൻട്രി എന്താണ്? അഡ്ജസ്റ്റിംഗ് എൻട്രി എന്താണ്? ഇൻകം അക്കൗണ്ട് അറ്റഡ് ടു ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇൻകം അക്കൗണ്ട് അറ്റഡ് ടു ഇവിടെ കമ്മീഷനാണ്, അപ്പോൾ കമ്മീഷൻ അക്കൗണ്ട് അറ്റഡ് ടു കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അപ്പോൾ കമ്മീഷൻ P&Lലോട്ട് വരുമ്പോൾ കമ്മീഷൻ എഴുതി, റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യണം, എന്നിട്ട് 2000. ഇനി ബാലൻസ് ഷീറ്റിലോട്ട് വരുമ്പോൾ അത് എവിടെ കാണിക്കും? കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് പറഞ്ഞാൽ എവിടെ കാണിക്കും? ലയബിലിറ്റി സൈഡ്. അപ്പോൾ ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത് ഒന്ന് പറഞ്ഞേ. എക്സ്പെൻസ് അക്കൗണ്ട് അറ്റഡ് ടു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, അതാണ് അഡ്ജസ്റ്റിംഗ് എൻട്രി വരുന്നത്. ഇനി പ്രീപെയ്ഡിൻ്റെ ആണെങ്കിലോ നമ്മൾ നേരത്തെ തന്നെ കൊടുത്തു എന്ന് പറയുമ്പോൾ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കൊടുക്കേണ്ടതല്ല, നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുത്തതാണ്. അപ്പോൾ നമ്മൾ പ്രീപെയ്ഡ് എങ്ങനെ വരും? എക്സ്പെൻസിൽ നിന്ന് കുറയ്ക്കണം. അപ്പോൾ അഡ്ജസ്റ്റിംഗ് എൻട്രി എങ്ങനെ വരും? പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് അറ്റഡ് ടു എക്സ്പെൻസ് അക്കൗണ്ട്. ഇനി അഡ്വാൻസ് ആയിട്ട് നമുക്ക് ഇൻകം ജനറേറ്റ് ആയിട്ടുണ്ട്, പക്ഷെ കയ്യിൽ കിട്ടിയിട്ടില്ല, അതാണ് അക്രൂഡ് ഇൻകം എന്ന് പറയുന്നത്. അക്രൂഡ് ഇൻകത്തിന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്താണ്? ഏതാണോ ഇൻകം. അപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി അറിയാത്തവർ സാധാരണ നമുക്ക് ഇൻകം കയ്യിൽ കിട്ടുമ്പോൾ എങ്ങനെ കിട്ടും? ഇൻകം നമുക്ക് കിട്ടുമ്പോൾ എന്താ എൻട്രി? ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ഏതാണോ ഇൻകം ആ ഇൻകം. ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ഇൻട്രസ്റ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് ഈ വർഷം കിട്ടാനുണ്ട് പക്ഷെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കിട്ടിയ പോലെ തന്നെ നമ്മൾ കണക്കാക്കുക. അപ്പം നമ്മൾ ക്യാഷിൻ്റെ സ്ഥാനത്ത് എന്ത് എഴുതണം? അക്രൂഡ് ഇൻകം അക്കൗണ്ട് അറ്റഡ് ടു ഇൻകം അക്കൗണ്ട്. അങ്ങനെ എഴുതുക. അതിൻ്റെ അഡ്ജസ്റ്റിംഗ് എൻട്രി ഏത് ഇൻകം ആണോ ആ ഇൻകത്തിൻ്റെ കൂടെ P&L കൂട്ടി കാണിക്കുക, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡ് കാണിക്കുക. അതുപോലെ തന്നെ അടുത്തത് എന്താണ്? ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസിൻ്റെ എന്താണ്? നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഇൻകം അക്കൗണ്ട് അറ്റഡ് ടു ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. P&L കൺസേൺഡ് ഇൻകത്തിൽ നിന്ന് കുറച്ചു കാണിക്കുക, ബാലൻസ് ഷീറ്റിൻ്റെ എവിടെ കാണിക്കണം? ലയബിലിറ്റി സൈഡ് കാണിക്കണം. അപ്പോൾ ഇത് ക്ലിയർ ആയോ? ഇങ്ങനെ സ്പീഡി ആയിട്ട് പോയാലാണ് നമുക്ക് വേഗം എല്ലാ പോർഷൻസും നമുക്ക് തീർക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ക്ലിയർ ആയോ? ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ പേര് വായിച്ച ആളുകളെല്ലാവരും ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ പ്രസൻ്റ് ആയെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ട് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്